ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ ക്രിപ്റ്റീവ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മെറ്റാ ഫോക്കസ് ഇല്ലെങ്കിൽ ഒരു അനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ പറ്റി ഞാൻ വളരെയധികം സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ട് പുതിയ പ്രൊജക്റ്റാണ്. ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണ്. പക്ഷേ ബേസിക്കലി എല്ലാ സ്കീമുകളും ഒന്നാണ്. സെല്ലാർ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റി എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റിനെ പറ്റി ഞാൻ നോക്കിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ നെഗറ്റീവ് കിടക്കുന്നുണ്ട്. മേ ബി ഒരുപാട് ആൾക്കാർ ഇതിൽ പൈസ പോയിട്ടുള്ളവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു പേടിയാണ്, ഈ ഒരു സാധനം ഇപ്പോൾ ഓപ്പൺ ആവുന്നില്ലല്ലോ, എന്താണ് ഞാൻ ചെയ്യുക, എൻ്റെ പൈസ പോയോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പൈസ ഇടുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ വേറൊരു പ്രൊജക്റ്റാണ് ലെക്സൂറ ക്യാപിറ്റൽ എന്നുണ്ട്. അപ്പോൾ പുതിയൊരു സാധനം എടുത്ത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കൊണ്ടുവന്നിട്ടുള്ള ആളും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ആളാണ്. അപ്പോൾ ഇയാളുടെ ഓരോ വാഗ്ദാനങ്ങളും ഓരോ കാര്യങ്ങളും ഓരോ പ്രൊജക്റ്റുകളും കൊണ്ടുവരുമ്പോഴും വീണ്ടും 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 കുറേ പാവങ്ങളായിട്ടുള്ള ഇല്ലെങ്കിൽ ഞങ്ങളെ പോലെയുള്ള കുറച്ചൊരു 25 വയസ്സ് താഴെയുള്ള പിള്ളേരിനൊന്നും ഒരു പിടിക്കില്ല. എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിക്കുകയാണല്ലോ, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പോഴല്ലേ ജോലിക്ക് കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ പിടിക്കുന്നത് സാധാരണക്കാരായ വീട്ടമ്മമാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ വളരെയധികം ജോലിക്കൊക്കെ പോയി 10-45 വയസ്സിൽ ജോലിയൊക്കെ ഉണ്ട്. ഇവർക്ക് എന്തായാലും മന്ത്ലി കുറച്ച് സാലറിയൊക്കെ ഉണ്ട്. ഇവനെ കൊണ്ട് 5000 10,000 ഇടാൻ പറ്റും, ഇല്ലെങ്കിൽ ഇവനൊരു ക്യാപ്പബിൾ ഉണ്ട് എന്നുള്ള വ്യക്തികളിലേക്ക് ആയിരിക്കും കൂടുതൽ ആൾക്കാർ പിടിക്കുന്നത്. അതുമല്ലാതെ തന്നെ ഇവരൊരു നല്ല ഒരു അബ്രോഡിലൊക്കെ പോയിട്ടില്ലെങ്കിൽ ദുബായിലൊക്കെ സെറ്റിലായിരിക്കും. അപ്പോൾ ഭാര്യ വീട്ടിലായിരിക്കും. അപ്പോൾ ഇവൻ്റെ നിന്നൊക്കെ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏജ് പീരീഡിലാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മൗത്ത് പ്രൊമോട്ടിന് പകരമായിട്ട് നമ്മുടെ ഈ ഒരു കേരളത്തിൽ വളരെയധികം ഇങ്ങനെയുള്ള ഉഡായ്പകൾ പ്രൊജക്റ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഇല്ലെങ്കിൽ ഒരു ചാനലാണ് മെറ്റാ ഫോക്കസ്. അതിൽ വരുന്ന ഓരോ പ്രൊജക്റ്റും നിങ്ങൾ തീർച്ചയായിട്ടും കയറരുത് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാം. ഒരുപാട് ആൾക്കാരുടെ ശാപവും എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടായിരിക്കും മേലെ ചേർന്നിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ കാശ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ശാപത്തിൻ്റെ എല്ലാ കാശൊക്കെ നിങ്ങൾക്ക് വേണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ബേസിക്കലി എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോൻ്റെ കണ്ടന്റിലേക്ക് തന്നെ പോവാം. ലെക്സൂറ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും അതേപോലെ തന്നെ XLR FX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് പ്രൊജക്റ്റും ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ലെക്സൂറ ക്യാപിറ്റൽ, അവർ മിഷൻ ഈസ് ടു എംപവർ ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ് ടു അച്ചീവ് their financial aspiration through innovation and secure investment solution. We are dedicated to fostering financial growth, providing exceptional client service and maintaining the highest standard of integrity and transparency. അപ്പോൾ ഇതിൻ്റെ വിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടു ദ മോസ്റ്റ് ട്രസ്റ്റഡ് ആൻഡ് ഇമ്പാക്റ്റ്ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഗ്ലോബലി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രൊജക്റ്റിൽ ഇത് ആദ്യം തന്നെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ആരാണ്, ഇല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേര് കേട്ട് ഞാൻ വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ അടിച്ച് നോക്കുമല്ലോ. അപ്പോൾ ഈ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു വ്യക്തിയാണ് ആരാണെന്ന് പറഞ്ഞാൽ ഈ ഒരു മെറ്റാ ഫോക്കസിൻ്റെ ചാനലിലാണ് റീസെൻ്റ്ലി തന്നെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി എന്ത് ചെയ്തിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഈ കാര്യമൊക്കെ എന്തായാലും പോക്കാണ്. ഇത് വളരെയധികം എന്തായാലും ഉഡായിപ്പാവാനുള്ള സാധ്യതകൾ മാത്രമാണ് ഈ ഒരു ചാനലിൽ. എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ഉഡായിപ്പിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു അനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇല്ലെങ്കിൽ ഒരു മെറ്റാ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ കണ്ടപ്പോൾ ഇയാളാണ് പറയുന്നത്, ഒരാളിനെ കൊണ്ട് സംസാരിച്ചിട്ട് ആൾ പറയുകയാണ് ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സാധാരണ രീതിയിൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഗോൾഡിനേക്കാളും പെട്ടെന്ന് വളരാൻ പറ്റുന്ന ഒരു സാധനമാണ് സൂറ ടോക്കൺ എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇയാളുടെ ശൈലിയെ അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ നമുക്ക് കേട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബാസി സംസാരിച്ചിട്ട് വളരെയധികം നമുക്കൊരു വിശ്വാസം കൊണ്ടുവരും, ഇയാൾ എന്തായാലും നമുക്ക് നല്ലതേ ചെയ്തു തരുള്ളൂ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലേക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് നോക്കേണ്ട ആവശ്യമില്ല, ആൾറെഡി തന്നെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ട ആൾക്കാർ താഴെ കമൻറ്റ് ഇട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ലെക്സൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ചൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് അവർ റീസെൻ്റ്ലി ഇല്ലെങ്കിൽ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് സൂറ ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോക്കൺ നിങ്ങളുടെ ടോക്കൺ പോക്കറ്റിൽ വാങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് വാലറ്റ് അങ്ങനെയുള്ള ഏതൊരു വാലറ്റ് ആയിക്കോട്ടെ, ഈ വാലറ്റിൻ്റെ കൺട്രോൾ മൊത്തം ആർക്കാണ്, നമുക്കാണ്. നിങ്ങൾ ഈ ഒരു വാലറ്റ് ഞങ്ങളുടെ ഒരു വെബ്സൈറ്റിലേക്ക് മാത്രം കണക്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഹോൾഡ് ചെയ്യാനും ഇല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യാനും ഇത്ര ദിവസം 360 ദിവസം സ്റ്റേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദിവസേന എയർ ഡ്രോപ്പ് കിട്ടും. അപ്പോൾ എന്താണ് എയർ ഡ്രോപ്പ്? പണ്ട് കാലങ്ങളിലൊക്കെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പ്രൊജക്റ്റിന് വളരെയധികം കമ്മ്യൂണിറ്റി സപ്പോർട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എയർ ഡ്രോപ്പ്. ഈ PUBG ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മേലെ താഴെ എയർ ഡ്രോപ്പ് വീഴില്ല. അപ്പോൾ ഇന്ന് ഗണ്ണും ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടല്ലേ കിട്ടുന്നത്. അപ്പോൾ റീസെൻ്റ്ലി കുറച്ച് കാലഘട്ടങ്ങൾക്ക് നമുക്ക് പൈസ കൊടുത്താൽ എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് യൂസേഴ്സ് കൂടിയ കാരണം ഈ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് എയർ ഡ്രോപ്പിൽ എലിജിബിൾ ആവാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് തീർച്ചയായിട്ടും എയർ ഡ്രോപ്പ് അല്ല. നിങ്ങളിതിലൊരു 10,000 രൂപ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദിവസവും ഒരു രൂപ 2 രൂപ 3 രൂപ വെച്ചിട്ട് ഇത്ര ഒരു വർഷം നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ആ ഒരു തരുമ്പോൾ അവർ പറയുന്നൊരു വാക്ക്
വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയമാകുമ്പോൾ ഈ ഒരു ടോക്കൺ വളരെയധികം വാല്യൂ കൂടും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ വാല്യൂ ഒന്നും കൂടില്ല, നിങ്ങളുടെ പൈസ ഒരാളെ ചേർത്തുന്നു, നിങ്ങളുടെ ഈ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി നിങ്ങൾ കുറേ ആൾക്കാരിനെ ചേർത്തുന്നു. ഈ കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമാണ് നിങ്ങൾക്ക് ചേർത്താൻ പറ്റുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്ന ആൾക്കാർ ഇവർ മാത്രമായിരിക്കും. നിങ്ങൾ വേറെ വെളിയിൽ ഒരാളുടെ അടുത്ത് പോയിട്ട് ഇതിൽ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കൂടുതൽ കിട്ടും എന്ന് പറഞ്ഞാൽ ആരും എന്ത് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. നിങ്ങൾക്ക് കാറ് വാങ്ങാം, ബൈക്ക് വാങ്ങാം, ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടും, നിങ്ങൾക്ക് ഒരു പണിക്കും പോകണ്ട, നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ പൊതുവെ ഏതൊരു മനുഷ്യനായാലും വെറുതെ കാശുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി വരും. അപ്പോൾ എന്തായാലും വെറുതെ ഒന്നും ഒരിക്കലും നമുക്ക് കാശുണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കാശ് ഇട്ടു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പോവും. നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇവർ പറയുന്ന ഈ ഒരു വാലറ്റിൻ്റെ ഫുള്ളി കൺട്രോൾ നമുക്കാണെന്ന് പറഞ്ഞാൽ ഈ വാലറ്റ് ഇല്ലെങ്കിൽ ഡി ആപ്സ് എന്നൊക്കെയാണ് പറയുക. നമ്മൾ ഈ ഒരു വാലറ്റിൽ ഇവരിലേക്ക് കണക്ഷൻ കണ്ടിന്യൂ കൊടുത്തു ഇല്ലെങ്കിൽ ഇവൻ്റെ ഒരു ആപ്പിൽ ഈ ഒരു വാലറ്റ് കണക്ട് ചെയ്തു പറഞ്ഞാൽ തന്നെ അവർക്ക് തന്നെ ഇതിൻ്റെ ഫുൾ ആക്സസ് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ ആൾറെഡി തന്നെ ഞാൻ ഒരു ന്യൂസൊക്കെ പറഞ്ഞുതരാം. ചില വാലറ്റൊക്കെ ഓരോ വെബ്സൈറ്റിൽ കണക്ട് ചെയ്തിട്ട് ഫിഷിങ് ചെയ്തു എന്ന് പറയില്ലേ. അപ്പോൾ ആ വാലറ്റിൽ കണക്ട് ചെയ്ത ഉടനെ തന്നെ അവൻ്റെ ഒരു ചെറിയൊരു ട്രാൻസാക്ഷൻ മൂലം ആ ടോട്ടലായിട്ടുള്ള എല്ലാ USDTയും വലിച്ചെടുക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കൊടുക്കുകയാണ് കണക്ട് ചെയ്യുമ്പോൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ അലോ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകളിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചേരരുത്. അതേപോലെ തന്നെ ഈ ഒരു മെറ്റാ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അത് ആളുടെ ഒരു സ്വയമായിട്ടുള്ള രക്ഷപ്പെടാനും പൈസ വാങ്ങി പ്രൊമോട്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എത്രയോ ആൾക്കാരോട് ഞാൻ പറഞ്ഞു, ഡെയിലി ഞാൻ പറയുന്നു, എന്നിട്ട് ഒരു ഉപകാരമില്ല. അതേപോലെ തന്നെ സെല്ലാർ FX എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ഇയാൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ചാനൽ വീഡിയോ കാൾ ഡിലീറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാത്തതാണ് ഇയാളുടെ ഒരു ഷോർട്സ് വേറൊരു ചാനലിൽ ഇട്ട ഒരു കാര്യം കൂടി ഞാൻ അവിടെ കാണിച്ചു തരാം. എഫേർട്ട്ലെസ് ട്രേഡിംഗ് എൻലെസ് പോയിന്റ് മേക്കിംഗ് ഇറ്റ് പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഇയാൾ പണ്ട് തന്നെ ഈ ഒരു സെല്ലാർ FX എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെല്ലാർ FXന്റെ വീഡിയോ ഞാൻ കണ്ടു. ഇതിലെന്താണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഭയങ്കര സെൻറ്റിമെൻ്റലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് ചെയ്ത ഒരാളാണ്. ബിസിനസ് ചെയ്തതിൻ്റെ ഇടയിൽ എനിക്കൊരു സ്ട്രോക്ക് വന്നു. അത് കാരണം തന്നെ എനിക്ക് വളരെയധികം ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സെല്ലാർ FXൽ ഇങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സെല്ലാർ FXൽ നിങ്ങൾ പൈസ ഇട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെറുതെ വീട്ടിലിരുന്നാൽ പോലും കുറേ ആൾക്കാർ ഇത്രത്തോളം പഠിച്ച് ലക്ഷങ്ങൾ കൊടുത്ത് പഠിച്ചിട്ടും അവർക്ക് കിട്ടാത്ത ജോലി നിങ്ങൾ വെറും സെല്ലാർ FXൽ വന്ന് ചേർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദിവസ വരുമാനമായിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാണ്ട് വീട്ടിൽ കിടന്ന് തന്നെ നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്നുള്ളൊരു വാഗ്ദാനത്തോടെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എന്താണ്, ഒന്നാമത് ആൾറെഡി ബ്രോക്കായി ജോലിയൊന്നും കിട്ടാതെ ഒരു സാഹചര്യം ഇല്ലാത്തിരിക്കുന്ന അവർ കുറച്ച് പൈസ ആയിരിക്കും അസറ്റായിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പൈസയും കൂടി ഇവൻ്റെ കുറച്ച് ഇങ്ങനെ വാഗ്ദാനങ്ങൾ കേട്ടിട്ട് അതിൽ കൊണ്ടിടുന്നു. ആ പൈസയും എല്ലാം പോകുന്നു. ആരുടെ അടുത്ത് കംപ്ലയിൻറ്റ് കൊടുക്കണം, ആരുടെ അടുത്ത് പറയണം, ആരുടെ അടുത്താണ് ഈ കാര്യങ്ങൾ പോയി പറയുക, എൻ്റെ പൈസ പോയെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക എന്ന് പറ്റുന്ന ഒരു രീതിയിലും ആർക്കും സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ പോലും ഇല്ലാതെ ഒരു നിലമയിലേക്ക് അവർ വരും. ആ ഒരു രീതിയിലാണ് ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു പ്രൊജക്റ്റൊക്കെ ഇപ്പോൾ പൂട്ടിപ്പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വളരെയധികം കാശിട്ട ആൾക്കാരുടെയൊക്കെ കാശ് പോയി. അപ്പോൾ നിങ്ങൾ ഏതൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഒരു AI ട്രേഡിംഗ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു വളരെയായിട്ട് ഹോപ്പും ഭയങ്കര ഹോപ്പ് തരികയാണ് ഇതിൽ വളരെയധികം പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ 100% അതിനെപ്പറ്റി ചിന്തിക്കുകയും ഒരുപാട് ആൾക്കാരോട് ചർച്ച ചെയ്യുകയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ വന്നിട്ട് പറയാം ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ട് ബ്രോ, ഇത് എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൽ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് റിവ്യൂ ചെയ്യും. നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അപ്പോൾ ഈ ഒരു XLR എന്ന് പറഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ സൂറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിലും നിങ്ങൾ ആരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പൈസ എന്തായാലും പോകും. അപ്പോൾ ഇതെന്താണ് ഒരു കഥ എന്ന് പറഞ്ഞാൽ, ഞാനൊരു കമ്പനി തുടങ്ങുന്നു, എൻ്റെ ഒരു കമ്പനിയിൽ ഞാനൊരു ടോക്കൺ ഞാൻ തന്നെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഒരു ടോക്കൺ ഞാൻ നിങ്ങളോടൊക്കെ പറയുകയാണെങ്കിൽ വളരെയധികം വാല്യൂ കൂടും. അതേപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ ഇടണം. അങ്ങനെ പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ 1000 രൂപ ഇട്ട് പറഞ്ഞാൽ മന്ത്ലി ഞാൻ കുറച്ച് പൈസ തരാം, 30-40 വന്നിട്ട് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് അത് 1800 രൂപ ആയിട്ട് തരാം. അപ്പോൾ ഈ ഒരു 1800 രൂപ ആയിട്ട് തരാനും ഈ കുറച്ച് പൈസ തരാൻ വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഈ പൈസ കൂടുതൽ കിട്ടണമെങ്കിൽ നിങ്ങൾ താഴെ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ കുറേ ആൾക്കാരെ ചേർത്തിയാൽ മതി. അങ്ങനെ ചേർത്തിയെന്ന് പറഞ്ഞാൽ അവരൊരു പൈസ ഇട്ടെന്ന് പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്കും അവൻ്റെ ഒരു കമ്മീഷൻ കയറും എന്ന് പറയും. അപ്പോൾ എത്രത്തോളം ആൾക്കാർ ഇങ്ങനെ കയറുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ആൾക്കാർക്ക് ഒരു 2-3 മാസമൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ടേയിരിക്കും, നല്ല വിശ്വാസം കിട്ടുള്ളൂ. അപ്പോൾ ഇവർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് പൈസ ഇട കുറച്ച് കാലം കഴിഞ്ഞതും ഇവൻ്റെ കുറച്ച് പൈസയൊക്കെ ആദ്യം ഒരു ഫസ്റ്റ് ചേർന്നവർക്കൊക്കെ ഈ താഴെയിട്ടവൻ്റെ പൈസ കൊടുത്ത് വിശ്വാസം സംബന്ധിക്കും. അപ്പോൾ ഈ ഒരു ഫൗണ്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയ
ആളായിക്കോട്ടെ, അയാൾക്ക് ഒരു പ്രശ്നമില്ല. ഈ താഴെ ചേർത്തിട്ടുള്ള ഒരുപാട്, ഇല്ലെങ്കിൽ ഫസ്റ്റ് ചേർന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരോടായിരിക്കും താഴെ ചേർന്നിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ചോദിക്കുക, അവരായിരിക്കും ലാസ്റ്റ് പെടുക. അങ്ങനെയുള്ള കേസ് പല കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇയാൾ ഇപ്പോഴും വീഡിയോ ഇടുന്നത് എനിക്കറിയില്ല, ഈ ഒരു അനസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിൽ പോയി പെടരുത്. എപ്പോൾ വേണമെങ്കിലും പൂട്ടി പോകാനും, ഇല്ലെങ്കിൽ ആൾറെഡി തന്നെ പൂട്ടി പോയിട്ടുള്ള ഒരുപാട് ഹോപ്സ് വരുന്നത് നിങ്ങളോട് കോടികൾ ഉണ്ടാക്കാം. 10,000 രൂപയിട്ട് ആർക്കെങ്കിലും കോടികൾ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് ഇലീഗലായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ ഒരു ഇലീഗലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. കമ്പനി ഇടുന്നു, ആൾക്കാരുടെ പൈസ എടുക്കുന്നു, എന്നിട്ട് അവർ ആഡംബര ജീവിതമായിട്ട് വളരെയധികം സുഖമായിട്ടിരിക്കും. നിങ്ങളുടെ പൈസയൊക്കെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവരിങ്ങനെ നോക്കിയിട്ട് അവരിങ്ങനെ എൻ്റെ വീഡിയോയിലും ഇല്ലെങ്കിൽ ഇവൻ്റെ വീഡിയോയിലൊക്കെ പോയി തെറി വിളിക്കാൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. ക്രിപ്റ്റോയിൽ വേറെ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ട്രേഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ട്രേഡ് ചെയ്യും. ഒരു 10,000 അല്ലെങ്കിൽ 5,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് 5,000 രൂപ വെച്ച് നിങ്ങൾ ട്രേഡിംഗ് ചെയ്ത് പഠിക്കും. നമുക്ക് എത്ര പ്ലാറ്റ്ഫോമുകളാണ്, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, AI ഒക്കെ വന്നു. അപ്പോൾ അതിലൊക്കെ വന്ന് ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചോദിച്ച് തെറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് മനസ്സിലാവും ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ബേസിക് ഡീറ്റെയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഞാൻ വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം ഏതിലാണ് ട്രേഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ ട്രേഡിംഗ് സിഗ്നൽസ് എനിക്ക് തരാൻ പറ്റില്ല. ഏതൊരു കാലത്തും മാർക്കറ്റിനനുസരിച്ചിട്ടും ഇല്ലെങ്കിൽ മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പറയില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും ട്രേഡിങ്ങിൻ്റെ ഓരോ അസറ്റിൻ്റെ വാല്യൂ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഓരോ ന്യൂസിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതൊന്നും AI ട്രേഡ് വെച്ച് ആൾറെഡി വന്നിട്ടുള്ള ട്രേഡിംഗ് ഗ്രാഫ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് വെച്ചിട്ട് പുതിയ കാര്യങ്ങൾ തരുന്നത്, അല്ലെങ്കിൽ ഒരു പുതിയ സിഗ്നൽ തരുന്നതാണ് AI ട്രേഡിംഗ്. അതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല നമ്മുടെ ഈ ഒരു ട്രേഡിംഗ് പ്രോഫിറ്റ് ഒക്കെ കിട്ടുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ 100% പറയാം. അപ്പോൾ ഈ വീഡിയോൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് പറഞ്ഞാൽ, XLR-FX സൂറ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റും 100% ഫേക്കാണ്. എത്രത്തോളം ആൾക്കാരോട് ഇത് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം ആൾക്കാർക്ക് നിങ്ങൾ അയച്ചു കൊടുത്തിട്ട് സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള പ്രൊജക്റ്റ് ഒന്നും നിങ്ങൾ ചെയ്യരുത്. ആൾറെഡി തന്നെ ക്രിപ്റ്റോയിൽ ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കഥയാണ് ഇങ്ങനെയുള്ള ഓരോ സ്കീമുകളും എടുക്കുന്ന ഒരു MLM സ്കീം, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, പോക്സി സ്കീം, പിരമിഡ് സ്കീം, അങ്ങനെയൊക്കെ പറയുന്നില്ലേ. അവർ മാത്രം മണ്ടേ നിൽക്കുന്ന ആൾക്കാർ മാത്രം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് എനിക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റൊക്കെ 100% നോക്കാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും ഇതൊക്കെ ഫേക്കാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ 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 യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, ഒരുപാട് ആൾക്കാർ അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.